ഹലോ. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒന്നാം തീയതിയിലൊക്കെ വിശ്വാസമുണ്ടോ? സംഭവം നമ്മൾ അങ്ങനെ എന്താ പറയുക, ഒന്നാം തീയതി എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമുക്കിപ്പോൾ ഒരു മോശപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ആ മാസം ഫുള്ള് അങ്ങനെയൊക്കെ വിശ്വസിക്കില്ലേ? അങ്ങനെയൊക്കെ. നമുക്കങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ടൊക്കെ വിശ്വസിച്ച് പോണ ഒരു ഇത് ട്ടോ. അങ്ങനെ അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഹാപ്പി ആയിട്ടും ഇങ്ങനെ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. അത് പിന്നെ പറയാം ട്ടോ. അപ്പോൾ ഇത് സംഭവം വേറൊന്നുമല്ല. ഇവിടെയാണെങ്കിൽ നല്ല കട്ട തണുപ്പായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു തണുപ്പ് സമയത്ത് ഈ പറഞ്ഞ മാതിരി എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചുമ വിട്ടുമാറാത്ത ചുമ എന്ന് പറയുന്ന മാതിരി അങ്ങനെ. മരുന്നൊക്കെ കഴിച്ചു. എന്നാലും ഈ പറഞ്ഞ മാതിരിയാണ് ട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് കിട്ടി. ഹസ്ബൻഡ് പക്ഷേ അതൊരു അങ്ങനെ ഒരു പകരണ പോലെ അങ്ങനെയല്ല. പക്ഷേ പനിയൊന്നും ഉണ്ടായില്ല. ഈ ഒരു ഭയങ്കര കഫക്കെട്ട്, ചുമ, ഈ ഒരു പരിപാടി. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് തണുപ്പ് അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പൊടി അങ്ങനത്തെയൊക്കെ കുറച്ച് ഭയങ്കര അലർജിയില്ല അങ്ങനത്തെയൊക്കെയാണ്. ഹസ് ആൾക്ക് ഈ പറഞ്ഞ മാതിരി ഉം, എന്താ പറയുക, ഇതൊക്കെ തന്നെ ഈ ഒരു ക്ലൈമറ്റിൻ്റെയും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ആൾക്ക് പിന്നെ കുഴപ്പമില്ല. മരുന്ന് കഴിച്ചിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങട് മാറിപ്പോയി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ചുമ ഇങ്ങനെ 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 ആയിട്ട് ഇങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ. ഇപ്പോൾ അതേ മോന് 2, 3 ദിവസമായിട്ട് ഭയങ്കര കട്ട പനി, നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അയ്യോ ഈ മാസം ഫുള്ള് ഹോസ്പിറ്റൽ കേസാണല്ലോ എന്ന് ആലോചിച്ച് പോവില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് മുതൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മാസം ഫസ്റ്റ് മുതലേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ്. മരുന്ന്, ഹോസ്പിറ്റൽ, അത് ഇത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ മോനിപ്പോഴും ഇടയ്ക്ക് പനിക്കും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഭയങ്കര ഈ ഫ്ലൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് പടരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഫോഗ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പീക്ക്, പിന്നെ അതിങ്ങനെ കുറച്ച് കുറഞ്ഞ് പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു തണുപ്പിലേക്ക് പോകും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റേതായ ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ആ അപ്പോൾ എന്തായാലും ഈ സമയം കടന്നു പോകും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലേ. എപ്പോഴും നമുക്കിങ്ങനെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ ലൈഫല്ലേ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അപ്പോൾ അത്രയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരോ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.